വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഫുൾ സർക്കിൾ അംബ്രല്ല ടോപ്പാണ് നമ്മൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വെയിക്കാതെ തന്നെ വീഡിയോയിലോട്ട് പോകാം, ഒരുപാട് ലാഗ് അടിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വെയിക്കാതെ തന്നെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് ലൈനിങ് ആണ് കേട്ടോ. ലൈനിങ് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ മെയിൻ പീസ് വെട്ടാൻ പോകുന്നത്. അപ്പോൾ ലൈനിങ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് യോക്ക് പീസാണ് ആദ്യം തന്നെ വെട്ടാനുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലൈനിങ്ങിൻ്റെ ഒരു എൻഡിൽ നിന്നാണ് നമ്മളിതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ബാക്കും ഫ്രണ്ട് വരുന്ന രീതിക്ക് ഒറ്റ ഫോൾഡ് ഇങ്ങനെ അതുപോലെ ഇത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൽ അടിത്തുമ്പും കൂടി വിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് നമുക്ക് നെക്കിൻ്റെ വൈഡ് എത്രയാണോ നമ്മൾ എടുക്കുന്നത് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് എത്രയാണോ ഷോൾഡർ വേണ്ടത് അതും മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സീം അലവൻസും കൂടി വിട്ടിട്ട് അടിത്തുമ്പും കൂടി വിട്ടിട്ട് താഴോട്ടേക്ക് ഒരു ലൈൻ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ താഴോട്ടേക്ക് നമുക്ക് നമ്മുടെ ആം ഹോളിൻ്റെ ലെങ്ത്തും മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ സൈസ് വന്നിട്ട് നമ്മൾ എം സൈസാണ് ചെയ്യുന്നത്. ഏകദേശം എം സൈസിനുള്ളൊരു മെഷർമെൻ്റൊക്കെയാണ് കാണിക്കുന്നത്. അതിൻ്റെ താഴെയുള്ളവർക്കും ഈ ഒരു കാൽക്കുലേഷനൊക്കെ അതിൽ വരുന്ന കാൽക്കുലേഷനൊക്കെ സെറ്റാവും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ കൂടുതലുള്ളവരൊക്കെ ലാർജൊക്കെ ആകുമ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് മെഷർമെൻറ്റൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ യോക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു അടിത്തുമ്പോൾ വിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊരു ലൈൻ ഇങ്ങനെ ഒരു വരച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ചെസ്റ്റ് ലൈൻ വരച്ചിട്ട് ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എത്രയാണെന്നുള്ളത്. 4/1 ഭാഗം കേട്ടോ. നമ്മുടെ അളവ് എത്രയാണോ അതിൻ്റെ 4/1 ഭാഗം, വേസ്റ്റ് 4/1 ഭാഗം മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിൽ നിന്ന് ആ വേസ്റ്റിനെ നമ്മൾ അളവ് മാർക്ക് ചെയ്ത് അതിൻ്റെ മേലെ നിന്ന് 1 ഇഞ്ച് നമ്മളൊന്ന് ജസ്റ്റ് മേലോട്ടേക്ക് ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കേവ് ആക്കി കൊടുക്കുക കേട്ടോ. നമ്മൾ എപ്പോഴും യോക്ക് പീസ് വെട്ടുമ്പോൾ ഈ ഒരു ഭാഗം ഉണ്ടാവുമല്ലോ, ഈ ഒരു ജോയിൻ്റ് ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ, അത് വന്നിട്ട് ഇറങ്ങി നിൽക്കും. ആ ഇറക്കം ഇങ്ങനെ തൂങ്ങി നിൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് 1 ഇഞ്ച് മേലോട്ടേക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് വരച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ അതുപോലെ ഒന്ന് ആം ഹോളൊക്കെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ആം ഹോളൊക്കെ നമ്മൾ ഓൾറെഡി ഇതിന് മുമ്പുള്ള വീഡിയോയിലൊക്കെ എങ്ങനെ എടുക്കണം എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിതിൽ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ പഴയ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അതിന് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, മെഷർമെൻറ്റിൻ്റെ വീഡിയോ ആണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് ഇതൊന്ന് വെട്ടിയെടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ യോക്ക് നമുക്ക് ഇത്രേ പണിയുള്ളൂ കേട്ടോ. സിമ്പിൾ തന്നെയാണ്, വലിയ പണിയൊന്നുമില്ല. മെയിൻ പീസിലേക്ക് വരുമ്പോൾ മാത്രം ചെറിയ പണികളൊക്കെ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞു തരാം ക്ലിയർ ആയിട്ട്. എന്നിട്ട് നമ്മുടെ ലൈനിങ് വെട്ടിയിൽ ഫ്രണ്ട് പീസ് എടുക്കുക. എന്നിട്ട് ഷോൾഡറിൽ നിന്ന് താഴോട്ടേക്ക് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു കേവ് ഇങ്ങനെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കട്ടെ. ഷോൾഡറിൽ നിന്നും ഇവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചേർത്തിയൊരു ലൈൻ ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോയിൽ കാണുമ്പോൾ. ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മളിതൊന്ന് വെട്ടി മാറ്റുന്നുണ്ട് കേട്ടോ. നമ്മൾ കുഴിച്ച് വെട്ടാനാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, കുഴിച്ച് വെട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് കുഴിച്ച് വെട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഫ്രണ്ടാണ്, ഇത് ബാക്കാണെന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി വന്നിട്ട് നമുക്ക് ഫ്രണ്ടിലൊരു ടെക്ക് ഇടാം കേട്ടോ നമുക്ക്. അതുകൊണ്ട് നമ്മുടെ ചെസ്റ്റിൻ്റെ ആ ഒരു ഡിസ്റ്റൻസിൻ്റെ ഒരു അളവ് നോക്കുക. ഇതിൽ വന്നിട്ടൊരു 7 വരുന്നത്. 7ൻ്റെ പകുതി നമ്മളൊരു 6.5 മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് മേലോട്ടേക്ക് ഒരു ജസ്റ്റ് 3.5 ഇഞ്ച് നമ്മളൊന്ന് മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ചെറിയൊരു ടെക്ക് പിടിക്കുന്നുള്ളൂ കേട്ടോ, ഒരു 1/2 ഇഞ്ചൊക്കെ വരുന്ന രീതിക്ക്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് നമ്മളങ്ങനെ ലൈനിങ് ഇതുപോലെ 2 പീസ് ഉണ്ടാവും. എന്നിട്ട് ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് ഈ ഒരു അറ്റത്തേക്ക് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതുപോലെ ഒരു കോണായിട്ട് ഇങ്ങനെ ഷേപ്പ് ഉണ്ടാവും. ഇങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇതിൻ്റെ സ്ട്രൈറ്റ് ഭാഗമാണ് നമ്മുടെ സൈഡിലേക്ക് വേണ്ടത്. നമ്മൾ വേസ്റ്റ് എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ യോക്ക് എടുക്കുക. യോക്ക് പോഷ് വെച്ചിട്ട് ഇതിൻ്റെ ആ ഒരു വേസ്റ്റ് ഭാഗം ഉണ്ടല്ലോ, ജസ്റ്റ് ആ ഒരു സ്ട്രൈറ്റിൻ്റെ ഒരു ലൈനിൻ്റെ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ടോപ്പിൽ നിന്ന് ഇവിടേക്ക് എത്ര ലെങ്ത് ഉണ്ട് നോക്കുക. എന്നിട്ട് അതേ മാർക്ക് ഇപ്പുറത്തും ചെയ്ത് കൊടുത്തിട്ട് അത് രണ്ട് തമ്മിലും ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ നമ്മുടെ വേസ്റ്റിൻ്റെ ആ ഒരു റൗണ്ട് കിട്ടും കേട്ടോ. സീം അലവൻസ് വിത്ത്. എന്നിട്ട് വേസ്റ്റിൽ നിന്ന് താഴോട്ടേക്ക് നമ്മുടെ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് അറിയണമല്ലോ. അത് നമ്മുടെ ടോട്ടൽ ലെങ്ത്തിൽ നിന്ന് നമ്മൾ യോക്ക് ലെങ്ത്ത് മൈനസ് ചെയ്തിട്ട് ഒരു 2 ഇഞ്ചും കൂടി മൈനസ് ചെയ്യുക കേട്ടോ. നമുക്ക് മെയിൻ പീസാണ് നമ്മൾ കറക്റ്റ് ലെങ്ത്ത് വെക്കുക. ലൈനിങ് വന്നിട്ട് അതിൽ നിന്ന് ഒരു 2 ഇഞ്ച് കുറച്ച് വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ നമ്മുടെ കറക്റ്റ് ബോഡീൻ്റെ ലെങ്ത്ത് ഉണ്ടല്ലോ, ആ ലെങ്ത്തിൽ നിന്ന് യോക്കിൻ്റെ ലെങ്ത്ത് കുറയ്ക്കുക, മൈനസ് ചെയ്യുക. മൈനസ് ചെയ്തതിന് ശേഷം ഒരു 2 ഇഞ്ചും കൂടി കുറയ്ക്കുക. ഓക്കെ, എന്നിട്ട് വേണം ഈ ഒരു സ്കേർട്ടിൻ്റെ ലെങ്ത്ത് നമ്മൾ ലൈനിങ്ങിൽ മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. ആ ഒരു ലെങ്ത്താണ് നമ്മൾ മാർക്ക് ചെയ്ത് വെട്ടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇതുപോലെ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾ മാർക്ക് ചെയ്ത് വെട്ടണം കേട്ടോ. ഇനി നമ്മൾ മെയിൻ പീസാണ് വെട്ടാൻ പോകുന്നത്. നമുക്ക് ലൈനിങ് എല്ലാ പരിപാടി കഴിഞ്ഞു. ഇതുപോലെ ഫോൾഡ് ചെയ്യാനുണ്ട് കേട്ടോ. ഇതെങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നുള്ളത് നമ്മൾ പേപ്പറിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ക്ലോത്തിൽ നിങ്ങൾക്ക് ക്ലിയർ ആവില്ല. ഓക്കെ,
അപ്പോൾ നമ്മളൊരു ആദ്യം ഒന്ന് ഇങ്ങനെ ഒരു ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ ക്ലോത്ത് ആണെന്ന് നിങ്ങൾ വിചാരിക്കുക കേട്ടോ. ഒരു ഫോൾഡ് ചെയ്തു, പിന്നെ ഒന്നും കൂടി നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇതുപോലെ ഒന്ന് 2 ഫോൾഡ് ഇങ്ങനെ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഈ ഒരു എൻഡിൽ നിന്നുണ്ടല്ലോ, ഈ ഒരു എൻഡിൽ ഒന്ന് ജോയിൻ്റ് ആയിട്ടുണ്ടാവും, ഒന്നിങ്ങനെ ജോയിൻ്റ് ഇല്ലാത്ത രീതിക്ക് ഉണ്ടാവും. ഓക്കെ, എന്നിട്ട് ആ ഒരു എൻഡിൽ നിന്ന് ഇങ്ങനെ കറക്റ്റായിട്ടൊന്ന് ഇതുപോലൊന്ന് നമ്മളൊന്ന് മടക്കി കൊടുക്കുക. ഓക്കെ, ഇതുപോലെയാണ് നമ്മൾ ക്ലോത്തിൽ ചെയ്യേണ്ടത് കേട്ടോ. ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇവിടെയാണ് നമ്മുടെ വേസ്റ്റ് വരുന്നത്. ഓക്കെ, വേസ്റ്റ് വന്നിട്ട് നമ്മൾ ലൈനിങ്ങിൽ വെട്ടിയത് നമ്മൾ 4/1 ഭാഗമാണ്. പക്ഷേ നമ്മൾ മെയിൻ പീസിൽ വെട്ടുമ്പോൾ 8/1 ഭാഗമാണ് വേണ്ടത്. ഓക്കെ, നമ്മൾ 8ആയിട്ട് നമ്മുടെ വേസ്റ്റ് എത്രയാണോ അത് 8ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിലൊരു ഭാഗമാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതാണ് വേസ്റ്റ് വരുന്നത്. ഇനി വന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഇവിടെ ലെങ്ത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മൾ മെയിൻ പീസിൽ വെട്ടാൻ പോകുന്നത് കേട്ടോ. നമ്മൾ ലൈനിങ്ങിൽ വെട്ടിയതാണ്, എന്നാലും ആ ഒരു ഫോൾഡിങ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പേപ്പറിലൊന്ന് ഫോൾഡ് ചെയ്ത് കാണിച്ചിരുന്നത്. ഓക്കെ, ഇതുപോലെയല്ല നമ്മൾ ലൈനിങ് വെട്ടിയിട്ടുണ്ടായിരുന്നത്. മെയിൻ പീസ് വരുമ്പോൾ നമുക്ക് സർക്കിൾ ടൈപ്പാണ് വെട്ടാനുള്ളത്. അപ്പോൾ സർക്കിൾ വെട്ടുമ്പോൾ ഉള്ള ആ ഒരു ഡിഫറൻ്റാണ് ഞാൻ പേപ്പറിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ 2 ഭാഗം താഴെ മേലെ ഒന്ന് വെട്ടി മാറ്റിക്കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും കേട്ടോ. ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, ഇതുപോലെ ആയിരിക്കും നമ്മളെ ക്ലോത്തും നമുക്കിങ്ങനെ വെട്ടി കിട്ടുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. 2 ഇങ്ങനെ പീസ് ഉണ്ടാവും, ബാക്കും ഫ്രണ്ടും ആയിട്ട് നമുക്കിങ്ങനെ ഒരു 2 പീസ് കിട്ടും കേട്ടോ. ഇതുപോലെയാണ് ഉണ്ടാവുക. ഓക്കെ, നമുക്ക് മെയിൻ പീസ് എങ്ങനെയാണ് വെട്ടേണ്ടതെന്നുള്ളത് നമുക്ക് ഇനി നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പേപ്പറിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നാൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ മെയിൻ പീസ് അതുപോലെ നമ്മൾ മടക്കി വെച്ചിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ 4 പീസ് ഉണ്ടാവും. ഓക്കെ, നമ്മുടെ മെറ്റീരിയലിൻ്റെ വിത്ത് വന്നിട്ട് 45 ഇഞ്ചാണ് കേട്ടോ ഉള്ളത്. പിന്നെ നമ്മളൊരു ജസ്റ്റ് ഒരു ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വന്നിട്ട് 38.5 ഇഞ്ചാണ് ഉള്ളത്. ഈ 38 എങ്ങനെയാണ് കിട്ടിയെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാം കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. ആദ്യം വന്നിട്ട് നമ്മുടെ ടോട്ടൽ ലെങ്ത്ത് വന്നിട്ട് 44 ഇഞ്ചാണ്. അതിൽ യോക്കിൻ്റെ 13 ഇഞ്ച് നമ്മൾ കുറയ്ക്കും. അപ്പോഴാണ് നമുക്ക് സ്കേർട്ടിൻ്റെ ലെങ്ത്ത് കിട്ടുന്നത്. അത് 31 ഇഞ്ച് കിട്ടുന്നുണ്ട്. എന്നിട്ട് സീം അലവൻസ് 1.5 ഇഞ്ച് പ്ലസ് ചെയ്തിട്ട് 32.5 ഇഞ്ച് നമുക്ക് കിട്ടുന്നുണ്ട്. പ്ലസ് ഇതിലൊരു 6 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് 38 ഇഞ്ച് കിട്ടുന്നുണ്ട് കേട്ടോ. ഈ 6 എവിടെ നിന്ന് കിട്ടി എന്നുള്ളതാണ് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകും. അത് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ലൈനിങ് വെട്ടുമ്പോൾ ഈ ഒരു പോർഷൻ ഉണ്ട്, ഞാൻ മാർക്ക് ചെയ്തുള്ള പോർഷൻ, അത് വന്നിട്ട് 12 ഇഞ്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതൊന്നാ ജസ്റ്റ് നിങ്ങൾ അളന്ന് നോക്കുക. അത് 12/2 നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 6. ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൈനിങ് വന്നിട്ട് നമ്മൾ വെട്ടിയിട്ടുണ്ടായിരുന്നത് ഡബിൾ ഫോൾഡിലാണ്. പക്ഷെ നമ്മൾ മെയിൻ പീസിൽ വരുമ്പോൾ 4 ഫോൾഡാണ് ചെയ്യുന്നത്. നമ്മൾ 4 വശം ഫോൾഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 12 ഡിവൈഡ് 2 കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് 6 കിട്ടിയത്. ആ 6ആണ് നമുക്ക് ഈ ഒരു ലെങ്ത്ത് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് മെഷർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വേസ്റ്റ് വന്നിട്ട് 31 ഇഞ്ചാണ്. പ്ലസ് നമ്മൾ സീം അലവൻസ് 3 ഇഞ്ച് പ്ലസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് 34 കിട്ടും. അത് ഡിവൈഡ് ബൈ 8, നമ്മൾ പറഞ്ഞ ഒരു 8 ഉണ്ടല്ലോ, ആ 8 ഡിവൈഡ് ചെയ്യുമ്പോൾ 4.25 കിട്ടും. ആ 25ആണ് നമ്മുടെ ഈ ഒരു മാർക്ക് വേസ്റ്റിൻ്റെ അവിടെ നമ്മൾ മാർക്ക് ചെയ്ത ഒരു ഇഞ്ച് കിട്ടണം കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടും കേട്ടോ. ഇനി നമ്മുടെ സ്കേർട്ട് ലെങ്ത് വന്നിട്ട് 31, അതിൽ 1.5 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സീം അലവൻസ് ആയിട്ട്. എന്നിട്ട് 32.5 കിട്ടുന്നുണ്ട്. അതാണ് നമുക്ക് വേസ്റ്റിൽ നിന്ന് താഴോട്ടേക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, എന്നിട്ട് ഇനി നമ്മൾ ബാക്കിയുള്ളത് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു സ്റ്റാർട്ടിങ് ഉണ്ടല്ലോ, ആ സ്റ്റാർട്ടിങ്ങിൻ്റെ താഴെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അത് എത്ര ലെങ്ത് ഉണ്ട് നോക്കി ഇഞ്ചുണ്ടെന്ന് അത് അവിടെ വെച്ചിട്ട് വേണം ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും. ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കറക്റ്റായിട്ട് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ വേസ്റ്റിൻ്റെ അവിടെ നിന്നാണ് മാർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവിടെയും ഒരുപോലെ മാർക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ മേലെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഒരു ലെങ്ത്ത് കിട്ടും കേട്ടോ. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. എന്തായാലും ഇത് കുഴഞ്ഞ തുണി ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ച പോലെയൊന്നും ഉണ്ടാവില്ല. താഴെ എന്തായാലും ഏറ്റത്തൂക്കം ഉണ്ടാവും. അത് ലാസ്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് താഴെ അടിക്കുമ്പോൾ കറക്റ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മൾ വേസ്റ്റ് ഭാഗം ഒന്ന് വെട്ടി മാറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫൈനലി ഇങ്ങനെയാണ് ഉണ്ടാവുക കട്ടിങ്. അപ്പോൾ നമുക്ക് ഇത്രത്തോളം ക്ലോത്ത് റൗണ്ടായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ, ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് വെട്ടാനുള്ളത് നമ്മുടെ യോക്കാണ്. നമ്മൾ മെയിൻ പീസിൽ നമ്മുടെ യോക്കൊന്നും വെട്ടിയിട്ടില്ല. അപ്പോൾ ബാക്കി വന്ന തുണികൾ എങ്ങനെയാണോ ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടുക കേട്ടോ. ഞാൻ വന്നിട്ട് ഈ ഒരു ഭാഗത്ത് നിന്നാണ് വെട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് നമുക്ക് യോക്ക് വെട്ടി മാറ്റാം. ബാക്കി ഞാൻ ആ ഒരു വേറൊരു പീസ് നമ്മൾ സ്ലീവിന് വേണ്ടിയിട്ടാണ്. സ്ലീവിൻ്റെ ലെങ്ത്ത് വേണമല്ലോ നമുക്ക്. പിന്നെ യോക്കാണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ നമുക്കൊരു
സൈഡിൽ നിന്നൊക്കെ വെട്ടിയെടുക്കാം. അപ്പോൾ ഓരോത്തിൻ്റെ ഐഡിയക്ക് അനുസരിച്ചിട്ടാണ് കേട്ടോ. ഇത് വന്നിട്ട് എം സൈസിൻ്റെ ഉള്ളിൽ വരയ്ക്കുള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു 4 മീറ്ററിൽ നിന്ന് നമുക്ക് വെട്ടിയെടുക്കാം. ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് 4 മീറ്ററാണ് കേട്ടോ മെയിൻ പീസ്. ലൈനിങ് വന്നിട്ട് 3 മീറ്റർ എടുത്തിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എം സൈസ് വരയ്ക്കുള്ളവർക്ക് നമുക്ക് ഈ ഒരു മെറ്റീരിയൽ പറ്റും കേട്ടോ. അല്ലാതെ കൂടുതലുള്ളവർക്കാണെങ്കിൽ നമ്മൾ എന്തായാലും, അല്ലെങ്കിൽ കുറച്ച് ലെങ്ത്ത് ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ ബോഡീൻ്റെ നമ്മുടെ ടോപ്പിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 44 ഇഞ്ചാണ്. അതിലും കൂടുതലൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും 5 മീറ്ററെങ്കിലും മെയിൻ പീസ് വാങ്ങണം കേട്ടോ. ലൈനിങ് വന്നിട്ട് നമുക്ക് 3 മീറ്ററൊക്കെ ധാരാളമാണ്. ഓക്കെ, ഇനി വന്നിട്ട് നമുക്ക് സ്ലീവ് വെട്ടാം. സ്ലീവിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടാനേ ഉള്ളൂ കേട്ടോ. എനിക്ക് 22 ഇഞ്ചാണ് എനിക്ക് സ്ലീവ് വേണ്ടത്. അതുപോലെയാണ് ഞാൻ വെട്ടുന്നത് കേട്ടോ. ഓക്കെ, ഞാനിതുപോലെ ഒന്ന് നമ്മുടെ ആം ഹോളൊക്കെ എല്ലാം മാർക്ക് ചെയ്ത് നമ്മുടെ താഴത്തെ ലൂസൊക്കെ മാർക്ക് ചെയ്ത് അത് ജസ്റ്റ് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്ലീവിൻ്റെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഓൾറെഡി നമ്മൾ സ്ലീവിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അതിൽ പറഞ്ഞിട്ടുണ്ട് വേറെ വീഡിയോയിൽ. അതുകൊണ്ട് നമ്മൾ ഇതിൽ ഡീറ്റെയിൽ പറയുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സ്ലീവിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. നമ്മൾ അതുപോലത്തെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ ഇനി നെക്സ്റ്റ് ചെയ്യാനുള്ളത് ഇതുപോലെ നിവർത്തി വെച്ചിട്ട് നമ്മളൊന്ന് കുഴിച്ച് വെട്ടുന്നുണ്ട് കേട്ടോ. നമ്മുടെ സ്ലീവ് അവിടെ കുഴിച്ച് വെട്ടിയ ഭാഗത്ത് നമ്മളെപ്പോഴും നോട്ടിട്ട് കൊടുക്കുന്നുണ്ട്, നമുക്കറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റിച്ചിങ്ങിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം നെക്കിൻ്റെ ആ ഒരു ക്യാൻവാസൊക്കെ നമ്മൾ ഓൾറെഡി വെട്ടിയിട്ടുണ്ടായിരുന്നു. ക്യാൻവാസിൻ്റെ എങ്ങനെ വെട്ടണം എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊക്കെ വേറെ വീഡിയോയിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ വീഡിയോൻ്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്, നമുക്ക് കയറി ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ അരികു ഭാഗമൊക്കെ നമ്മൾ അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ യോക്ക് പോർഷൻ എടുത്തിട്ടുണ്ട്. മെയിൻ പീസിൻ്റെ ചീത്ത വശത്തിൽ നമ്മൾ നമ്മുടെ ലൈനിങ് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പതിച്ചടിക്കുന്നുണ്ട് കേട്ടോ. പതിച്ചടിച്ചതിന് ശേഷം ബാക്കി വരുന്ന തുണികളൊക്കെ നമ്മൾ ജസ്റ്റ് വൃത്തിയായിട്ട് ഒതുക്കി വെട്ടിയെടുക്കാം കേട്ടോ. ഇനി വന്നിട്ട് നമുക്ക് ക്യാൻവാസ് വെച്ച് കൊടുക്കാം. നമ്മൾ നമ്മുടെ ബോഡീൻ്റെ ആ ഒരു ഷോൾഡർ ഭാഗത്ത് നമ്മൾ സെൻറ്ററിൽ നോട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ക്യാൻവാസിലും സെൻറ്ററിൽ നോട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് സെൻറ്ററിൽ കൂടെ നമുക്ക് ഒരു അടി കൊടുക്കാം കേട്ടോ. അത് നീങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് അല്ലെങ്കിൽ പിൻ ചെയ്തിട്ട് വേണമെങ്കിലും അടിച്ചെടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് റൗണ്ട് നെക്ക് വേണോ, ഞാൻ ജസ്റ്റ് ഒന്ന് ആലില ഷേപ്പിലാണ് വെട്ടിയിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ റൗണ്ട് ഷേപ്പ് വേണോ, സ്ക്വയർ വേണോ, സ്ക്വയർ വി ഏത് വേണമെങ്കിലും വെട്ടാം. ഈ ഒരു മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മളൊന്ന് 1/4 ഇഞ്ച് വിട്ടിട്ടൊന്ന് വെട്ടി മാറ്റിയിട്ട് ക്യാൻവാസ് അതിൻ്റെ ഇടയിലുള്ള ഒരു ക്യാൻവാസിൻ്റെ പീസ് ഉണ്ടാവില്ല, അതൊന്ന് മാറ്റുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് ഞാൻ ബാക്കാണ് അടിക്കുന്നത്. ബാക്ക് വന്നിട്ട് നമ്മൾ ക്യാൻവാസിൽ കൂടിയാണ് നമ്മൾ സ്റ്റിച്ച് അടിച്ചു കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ മെയിൻ പീസിൽ സ്റ്റിച്ച് തട്ടാത്ത രീതിക്ക് ക്യാൻവാസിൻ്റെ അരിയിൽ കൂടെ ഒന്ന് വെട്ടി കൊടുക്കുന്നുണ്ട്, അടിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഫ്രണ്ട് പീസാണ് കേട്ടോ. അത് ഫ്രണ്ട് ആകുമ്പോൾ നമ്മൾ പതിച്ചടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് സെയിം തന്നെയാണ്. നമ്മൾ ഇതുപോലെ ഒന്ന് പീസ് മാറ്റിയിട്ട് ഒന്ന് ഇതുപോലെ നോട്ടിട്ട് കൊടുക്കുക. എല്ലാം ഒന്ന് നമുക്ക് അടിച്ച് ധരിക്കുമ്പോൾ ഒരു ചുളിവൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി നമ്മളിതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ നമ്മൾ അരിയിൽ കൂടെ സൈഡിൽ കൂടെ നമ്മളങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ക്യാൻവാസ് കറക്റ്റായിട്ട് ബാക്കിലോട്ട് ആക്കിയിട്ട് കറക്റ്റായിട്ട് ആ സൈഡിൽ കൂടെ തന്നെ നമ്മൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്യാൻവാസിൽ നെക്ക് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ആ ഒരു ടെക്കിന് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ഫ്രണ്ടിൽ നമ്മൾ ടെക്കിനുള്ളത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ടെക്ക് ഫ്രണ്ടിൽ മാത്രമല്ല ബാക്കിലും സെയിം ആയിട്ട് നമ്മളിതൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ബാക്കിലും കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആകെ 1/4 ഇഞ്ച് കേട്ടോ. നമ്മൾ ഒരു സൈഡിൽ നിന്ന് അടിക്കുമ്പോൾ 1/4 ഇഞ്ച് വീതിൽ ടോട്ടൽ ഒരു 1/2 ഇഞ്ച് പിടിക്കുന്നുള്ളൂ 2 സൈഡും കൂടിയിട്ട്. ഓക്കെ, അപ്പോൾ അത്രയ്ക്കൊന്നും ടെക്ക് പിടിക്കുന്നില്ല. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ബാക്ക് വെക്കുക, എന്നിട്ട് നമ്മുടെ ഫ്രണ്ട് പീസ് വെക്കുക. യോക്ക് ഫേസ് ടു ഫേസ് കിട്ടും. നമ്മൾ നല്ല വശം നമ്മൾ ഫേസ് ടു ഫേസ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ബാക്ക് നമ്മൾ ഇതുപോലെ വെക്കുക. ഫ്രണ്ട് ഇതുപോലെ ഇങ്ങനെയാണ് വെക്കുന്നത്. ഫ്രണ്ടാണ് മുൻവശത്തുള്ളത്. ഓക്കെ, എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും. അതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു സ്റ്റിച്ച് 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കട്ടെ. 2 ഷോൾഡർ നമ്മളിതുപോലെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫൈനൽ ഇങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ. അതിൻ്റെ ഒരു ഔട്ട്പുട്ട് ഇങ്ങനെയാണ് ഉണ്ടാവുക. നല്ല ഫിനിഷിംഗ് ആയിട്ട് ഒരു കവറിങ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ സ്കേർട്ട് പോർഷനാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, സ്കേർട്ട് വന്നിട്ട് നമുക്ക് ലൈനിങ്ങും മെയിൻ പീസും തമ്മിൽ ആ ഒരു വേസ്റ്റ് ഭാഗം ഉണ്ടല്ലോ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാനുണ്ട്. വേസ്റ്റും പിന്നെ സൈഡ് കുറച്ചൊരു 5 ഒരു 6 ഇഞ്ചും കൂടിയിട്ട് സൈഡ് ഒന്ന് അടിച്ചു കൊടുക്കാറുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് നിവർത്തി വെച്ചിട്ട് നമ്മുടെ ഈ ഒരു മെയിൻ പീസിൽ വലുതായിട്ട് നല്ല വശം ചീത്ത വശം ഒന്നും അറിയില്ല കേട്ടോ. ഒന്നും അറിയുന്നില്ല ഒരുപോലെ ഉള്ളത്. അതുകൊണ്ട് ഞാൻ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, നമ്മൾ വേസ്റ്റിൻ്റെ ആ ഭാഗത്തും കുറച്ച് ഇപ്പുറത്തുമായിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഒരു സെൻറ്റർ ഭാഗം നമ്മൾ നോട്ടിട്ട് കൊടുക്കുന്നുണ്ട്. സെൻറ്റർ നമുക്ക് അറിയണം എന്തായാലും.
സെൻറ്റർ നമ്മൾ നോട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്കേർട്ട് വെട്ടുമ്പോൾ ക്രോസായി വെച്ചിട്ടാണ് വെട്ടുന്നത്. അപ്പോൾ എന്തായാലും കുറച്ച് ലെങ്ത്ത് കൂടിപ്പോവും, കുറച്ച് ലൂസൊക്കെ കൂടിപ്പോവും. അതിന് വേണ്ടിയിട്ട് സെൻറ്റർ അറിയണമെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അല്ലെങ്കിൽ അങ്ങോട്ടേ കൂടുതലും കുറഞ്ഞൊക്കെ ആയി പോകും സൈഡ് അടിച്ച് വരുമ്പോൾ. ഓക്കെ, അത് നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. യോക്ക് ആദ്യം വെക്കുക, അതിൽ നമ്മുടെ ഈ ഒരു സ്കേർട്ട് പോർഷനും വെച്ച് കൊടുക്കുക. നല്ല വശം തമ്മിൽ ഫേസ് ടു ഫേസ് വെച്ചിട്ട് ആ ഒരു നോട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ, നമ്മൾ യോക്ക് പോർഷനിൽ അതുപോലെ സെൻറ്റർ ഭാഗം നോട്ടിട്ടുണ്ട്. കറക്റ്റായിട്ട് അത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഫ്രണ്ടും ബാക്ക് 2 സ്റ്റിച്ച് ഇട്ടിട്ട് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് സൈഡാണ് അടിച്ചു കൊടുക്കാനുള്ളത്. ഇനി നമ്മൾ നമ്മുടെ ബസ്റ്റും വേസ്റ്റും എല്ലാം നമ്മൾ കറക്റ്റായി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വേസ്റ്റിൽ നിന്ന് നമ്മളൊരു 6 ഇഞ്ച് താഴോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഒരു ഡിസ്റ്റൻസ് ഒരു 1 ഇഞ്ച് വെച്ചിട്ടുള്ളൂ കേട്ടോ. ഇതുപോലെ 2 സൈഡും മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഫുള്ളായിട്ട് താഴോട്ടേക്ക് സൈഡ് ഇറക്കണ്ട, ആദ്യം ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക. നമ്മൾ വേസ്റ്റിൽ നിന്ന് ഒരു 6 ഇഞ്ചോ 5.5 ഒരു 6 ഇഞ്ച് അത്രയൊക്കെ മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് മാർക്കൊക്കെ ചെയ്തിട്ട് 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ നമ്മൾ 2 സൈഡും 2 സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ജാസ്തി പീസൊക്കെ വരും കേട്ടോ, എക്സ്ട്രാ പീസൊക്കെ വരുന്നുണ്ട്, അതൊക്കെ വെട്ടി കറക്റ്റ് ആക്കുന്നുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് ചെയ്യാനുള്ളത് മെയിൻ പീസ് നമുക്ക് താഴോട്ടേക്ക് ഇനി അടിച്ചിറക്കാനുണ്ട്. ഇതുപോലെ ഒരു പോയിൻ്റ് ഉണ്ടാവും കണ്ടോ. നമ്മൾ വേസ്റ്റ് നമ്മൾ ഷേപ്പ് ചെയ്തിട്ടുണ്ടല്ലോ, ആ ഷേപ്പിൻ്റെ ഒരു ഭാഗത്തു നിന്ന് ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, ആ ഒരു പോയിൻ്റിൽ നിന്ന് നമ്മൾ ലൈനിങ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് മേലോട്ടേക്ക് മാറ്റിയിട്ട് മെയിൻ പീസ് മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ആദ്യം ഒരു സ്റ്റിച്ച് ഇട്ടിട്ട് ഒന്ന് വലിച്ചു വിടുക കേട്ടോ. നമ്മൾ ഈ ക്രോസായി വെട്ടുന്നത് കൊണ്ട് ചിലപ്പോൾ ചുളിവൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്തിട്ട് രണ്ടാമത്തെ സ്റ്റിച്ച് ഇടുക. ഇനി വന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു മെയിൻ പീസൊക്കെ നമ്മൾ ഒന്ന് ജസ്റ്റ് ഉള്ളിലേക്കാക്കിയിട്ട് ലൈനിങ് പീസ് അടിച്ചെടുക്കുക കേട്ടോ. ഓക്കെ, നമ്മൾ സൈഡ് നമ്മൾ മെയിൻ പീസ് അടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ലൈനിങ് ആണ് അടിക്കാനുള്ളത്. അപ്പോൾ ലൈനിങ് നമ്മളിതുപോലെ അടിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിൻ പീസിൽ സ്റ്റിച്ച് തട്ടാത്ത രീതിക്ക് വേണം അടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഈ ഒരു മെത്തേഡൊക്കെ നമ്മൾ അമ്പർല സ്കേർട്ടൊക്കെ അടിക്കുമ്പോൾ നമ്മൾ ഈ ഒരു മെത്തേഡ് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങോട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്ത. ഓക്കെ, ഇനി നമുക്ക് 2 സൈഡും കൂടിയിട്ട് ഞാനന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലൈനിങ് നമുക്ക് ഒരു സ്റ്റിച്ച് ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ, 2 സ്റ്റിച്ച് വേണമെങ്കിൽ 2 സ്റ്റിച്ച് ഇടാം. ഓക്കെ, എന്നിട്ട് ലൈനിങ്ങിൻ്റെ താഴ്വശം നമ്മളൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് മടക്കി കൊടുക്കുക കേട്ടോ. നമുക്ക് ഒരുപാട് വീതിക്കൊന്നും മടക്കാൻ പറ്റില്ല. നമ്മൾ ക്രോസ് ആയിട്ടുള്ളൊരു തുണിയാണല്ലോ, അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടൊന്നും ഒരുപാട് വീതിക്കൊന്നും മടക്കാൻ പറ്റില്ല. ചെറിയ വീതിക്ക് അതിനുള്ള തുണിയെ നമ്മൾ വിട്ടിട്ടുള്ളൂ അടിത്തുമ്പൊക്കെ. ഓക്കെ, ഇതുപോലെ ഒന്ന് ഞാനന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ മിഷനിൽ ഇതുപോലൊരു നമ്മൾ നൂലൊക്കെ ഇടുന്ന ഭാഗത്ത് ഞാൻ തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. എന്തിനാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് താഴ്ഭാഗം ഇതുപോലെ ഏറ്റവും തൂക്കമൊക്കെ ഉണ്ടാവും, ഷോറായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് കറക്റ്റാക്കി വെട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വെച്ചത്. നമുക്ക് താഴെ റൗണ്ടായിട്ട് വിരിച്ച് വെച്ചിട്ട് ഒന്നും കട്ട് ചെയ്യാൻ പറ്റില്ല, അറിയില്ല. അപ്പോൾ ഇതുപോലെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായി കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഡ്രസ്സ് തൂക്കിയിടുന്നതൊക്കെ ഉണ്ടെങ്കിൽ ഡോറിൻ്റെ അവിടെ തൂക്കിയിട്ടിട്ടാണെങ്കിൽ ചെയ്യാം കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെയാണ് എവിടെയെങ്കിലുമൊക്കെ തൂക്കിയിടാൻ പറ്റുക വെച്ച് അതുപോലെ തൂക്കിയിട്ടിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് ടേപ്പ് വെച്ചിട്ട് നമ്മുടെ കറക്റ്റ് മെഷർമെൻറ്റ് എന്താണോ അത് ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കിയിട്ട് വെട്ടുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ നിലത്ത് വിരിച്ച് വെച്ചിട്ട് നമ്മളിങ്ങനെ നിർത്തി വെട്ടുമ്പോൾ ചിലപ്പോൾ ഒരു ഷേപ്പില്ലാത്ത രീതിക്ക് വെട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ജസ്റ്റ് ആ ഒരു ഷേപ്പില്ലാത്തതൊക്കെ ഒന്ന് കറക്റ്റാക്കി കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ മനസ്സിലാവും. നമ്മൾ തൂക്കിയിട്ടിട്ട് വെട്ടിയതാണെങ്കിലും ചെറിയൊരു വളവൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ വെച്ച് ഞാൻ വെട്ടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ താഴെ ഭാഗം അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഒരു ലെവല് കിട്ടും കേട്ടോ. ഈ ഒരു ഭാഗം മാത്രം നമുക്ക് കുറച്ച് പണിയുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് കട്ടിങ്ങൊക്കെ സ്റ്റിച്ചിങ്ങൊക്കെ സൂപ്പറായിട്ട് സ്പീഡായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ഒരു പോർഷൻ മാത്രം കുറച്ച് പണിയുള്ളൂ. ഇനി നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് സ്ലീവാണ് അടിക്കാനുള്ളത്. സ്ലീവിൽ വന്നിട്ട് നമ്മൾ താഴ്ഭാഗം ഉണ്ടല്ലോ, നമ്മൾ 2 സ്ലീവ് എടുത്തിട്ടുണ്ട്. ഇതിൽ നല്ല വശം നോക്കണം. നമുക്കിതിൽ നല്ല വശം ഇല്ല, വലുതായിട്ടൊന്നും കാണുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചീത്ത വശത്തേക്ക് ഒറ്റ ഫോൾഡ് ചെയ്തിട്ട്, ഞാൻ ഇതുപോലെ എനിക്ക് തുണി ഇത്രയേ ഉള്ളൂ, ഒരു ഫോൾഡ് ചെയ്യാനുള്ളൂ. അപ്പോൾ അരിക് വശം ആയതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റ ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് അരിക് അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു സ്റ്റിച്ച് ഇടുന്നുള്ളൂ. അങ്ങനെ 2 സ്ലീവ് അടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുന്നുണ്ട്. ഒരു സ്ലീവ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ താഴത്തെ ലൂസ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആം ഹോളും നമ്മൾ കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു മെത്തേഡ് വന്നിട്ട് നമ്മളിങ്ങനെ സ്ലീവ് ജോയിൻറ്റ് ചെയ്യണത് വന്നിട്ട് ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാട്ടോ. ചിലവർക്ക് ഈ ഷർട്ട് പോലെ നമ്മൾ ആദ്യം നമ്മൾ സൈഡ് അടിക്കണ മുമ്പ് തന്നെ ചിലവർ സ്ലീവ് ജോയിൻറ്റ് ചെയ്തതിന് ശേഷം സൈഡ് അടിക്കത്തുള്ളൂ. അങ്ങനെ അടിക്കുന്നവർക്ക് ചിലവർക്ക് കൈൻ്റെ ഒരു കക്ഷഭാഗം തൂങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥ വരാറുണ്ട്. അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് നമ്മൾ സ്ലീവൊക്കെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത് സ്ലീവ് നമ്മളൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. കട്ടും ഇതൊക്കെ
ആം ഹോളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ലൂസൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്ത് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി വന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുഴിച്ച് വെട്ടിയ ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് റൈറ്റ് ഒന്ന് കൺഫേം ചെയ്യുക കേട്ടോ നമ്മൾ ആദ്യം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് വെച്ചിട്ടുണ്ട്. ഈ ഭാഗമാണ് നമ്മൾ ഫ്രണ്ടിൽ വരുന്ന ഭാഗമാണ് നമുക്ക് കുഴിച്ച ഭാഗം, അതാണ് നമ്മൾ ഫ്രണ്ടിലായിട്ട് വേണ്ടത്. ബാക്കിലുള്ള ഭാഗമാണ് ബാക്കിലോട്ട് പോകേണ്ടത്. അപ്പോൾ ലെഫ്റ്റ് റൈറ്റ് സ്ലീവ് കൺഫേം ചെയ്യുക. ഓക്കെ, ഞാൻ ലെഫ്റ്റ് റൈറ്റ് എന്നുള്ള രീതിക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ റൈറ്റ് സ്ലീവ് എടുത്തിട്ട് അത് ഫുൾ അടിമറിച്ചിട്ടുണ്ട് കേട്ടോ, നല്ല വശത്തേക്കാണ് ആക്കി വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ബോഡി ഉണ്ടല്ലോ, ബോഡി വന്നിട്ട് ഇതുപോലെ ചീത്ത വശമാണ് നമ്മൾ വെളിയിലോട്ട് ആക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഫ്രണ്ടാണ് നമ്മുടെ, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഫ്രണ്ട് പോർഷനാണ് ഞാൻ ഫ്രണ്ടിലോട്ട് തിരിച്ചു വെച്ചിരിക്കുന്നത്, എന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ സ്ലീവിൽ വന്നിട്ട് ഫ്രണ്ട് ഭാഗം, ഈ ഒരു കുഴിച്ച ഭാഗം ഉണ്ടല്ലോ, നമുക്ക് കുഴിച്ച ഭാഗം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ, ഈ ഒരു കുഴിച്ച ഭാഗം കറക്റ്റായിട്ട് നമ്മുടെ ബോഡീൻ്റെ ഫ്രണ്ടുമായിട്ട് കറക്റ്റായി ജോയിൻ്റ് ആവണം കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും. ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾ സൈഡ് അടിക്കണ മുമ്പ് സ്ലീവ് ജോയിൻ്റ് ചെയ്തിട്ട് ചെയ്താലും മതി കേട്ടോ. എന്നിട്ട് ഞാൻ ഇതുപോലെ നമ്മുടെ ബോഡീൻ്റെ കൈൻ്റെ ഉള്ളിലോട്ട് ഇതുപോലെ നമ്മുടെ കൈ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു കക്ഷ ഭാഗം ഉണ്ടല്ലോ, അവിടേക്ക് ഞാൻ എൻ്റെ നമ്മുടെ കൈ വന്നിട്ട് ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു സൈഡ് അടിച്ചൊരു ഭാഗം ഉണ്ടാവല്ലോ, കൈൻ്റെ കക്ഷഭാഗവും നമ്മുടെ ബോഡീൻ്റെ കക്ഷഭാഗവും, ആ ഒരു സ്റ്റിച്ചിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഉണ്ടാവുമല്ലോ, ആ സ്റ്റാർട്ടിങ് ഭാഗം ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കാം, കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ ക്ലിയറായി മനസ്സിലാവട്ടെ നമ്മുടെ ബോഡീൻ്റെ ഫ്രണ്ട് ഏതാണെന്നും സ്ലീവിൻ്റെ ഫ്രണ്ട് ഏതാണെന്നുള്ളത് നമ്മൾ മാർക്ക് ചെയ്തത് കറക്റ്റായി വന്നിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ വന്നിട്ടുണ്ട്. ഈ ഒരു മെത്തേഡൊക്കെ നമുക്ക് കുറച്ചും കൂടി ഫിനിഷിങ് ലുക്കായിരിക്കും ബ്ലൗസൊക്കെ അടിക്കുമ്പോഴും ചുരിദാറൊക്കെ അടിക്കുമ്പോൾ. ഈ ഒരു കക്ഷ ഭാഗമൊക്കെ തൂക്കം വരുന്നത്, പൊന്തി നിൽക്കുന്നത്, തൂങ്ങി നിൽക്കുന്നതൊക്കെ നമുക്ക് ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ വേറെ സാധാരണ മെത്തേഡ് യൂസ് ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രം കേട്ടോ. ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ഞാനാണെങ്കിലും അമ്മയാണെങ്കിലും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാറുള്ളൂ. സപ്പോസ് നമ്മൾ കസ്റ്റമർ ആണെങ്കിൽ വരികയാണെങ്കിലും അവർ പറയും നമുക്ക് ലൂസാക്കാൻ പറ്റുന്ന രീതിക്ക് അടിച്ചാൽ മതി, ഈ ഒരു മെത്തേഡിൽ അടിക്കേണ്ടെന്ന്. ചിലവർക്ക് ഇത് മസ്റ്റാണ്, ഈ ഒരു മെത്തേഡിൽ അടിച്ചാലേ അവർക്ക് ഒരു കംഫർട്ട് ഉണ്ടാവുള്ളൂ, ഒരു നമ്മുടെ കക്ഷഭാഗം ഒരു രീതിക്ക് ഡിസ്റ്റർബ് ഇല്ലാത്ത രീതിക്ക് തൂങ്ങി നിൽക്കാതെ ഫിനിഷിംഗ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ സ്ലീവ് കറക്റ്റായിട്ട് റൗണ്ടായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ നിങ്ങൾ ചെയ്താൽ തന്നെ സിമ്പിളായിട്ട് കിട്ടും കേട്ടോ. ആദ്യമൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഇല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് റിപ്പീറ്റിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലാവും കേട്ടോ. കണ്ടോ, നമ്മൾ മാർക്ക് ചെയ്തതൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കാരണം ഇത് ഫ്രണ്ടാണ്, ഫ്രണ്ട് നമ്മൾ സ്ലീവ് മാർക്ക് ചെയ്തൊക്കെ വന്നിട്ടുണ്ട്. ഡാർക്ക് മെറ്റീരിയൽ ആയതുകൊണ്ടാണ് കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാവും, മറ്റാണ് ഞാൻ മാർക്ക് ചെയ്തിട്ട് ഓരോ ചോക്ക് വെച്ച് മാർക്ക് ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് റിപ്പീറ്റിൽ കണ്ടു നോക്കുക. അതാണ് നമ്മുടെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഹെമ്മിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ എല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ അമ്മയ്ക്കാണ് അടിച്ചിരുന്നത്, പിന്നെ അമ്മ ഇട്ടിട്ട് പോവും, പിറ്റേ ദിവസം അമ്മേൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി ഞാൻ അടിച്ചതാണ്. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് തലേ ദിവസമാണ് കേട്ടോ. അപ്പോൾ അമ്മ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അമ്മയ്ക്കൊന്നും ഇങ്ങനെ പോസ് ചെയ്യാനൊന്നും പറ്റില്ല, അമ്മ കുറച്ച് മടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇട്ടത്. ഏകദേശം ഞാൻ അമ്മയ്ക്ക് ഒരേ മെഷർമെൻ്റ് ആട്ടോ. എനിക്ക് സ്ലീവ് മാത്രമേ കുറച്ച് ലൂസ് ഉണ്ടാവുള്ളൂ, പിന്നെ വേസ്റ്റ് ഭാഗം ലൂസ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഇത് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് തന്നെയാണ്. ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ആ രീതിക്കാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യട്ടെ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.